നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ അതിഥി തൊഴിലാളിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വല്ലപ്പുഴ സ്വദേശി മരിച്ചു. ചെറുകോട് ഇല്ലപ്പുള്ളി വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയാണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷാജിയെ ആക്രമിച്ചത്. ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ പൂരവും കാളവേലയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. തിങ്കളാഴ്ച വൈകിട്ട് 5 മുതലും ചൊവ്വാഴ്ച വൈകിട്ട് 3 മുതലുമാണ് നിയന്ത്രണം. അലനല്ലൂരിനെ ഹരിതസുന്ദരമാക്കാൻ ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ്. കാർഷിക ആരോഗ്യ മേഖലകൾക്കും ബജറ്റിൽ മുൻഗണന. കടമ്പഴിപ്പുറത്ത് പൊതുകളിസ്ഥലം ചുറ്റുമതിൽ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് BJP രംഗത്ത്. അനുവദിച്ച ഫണ്ടുകൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ലെന്നും ചുറ്റുമതിലിന്റെ കരിങ്കല്ലുകൾ കരാറുകാരൻ കടത്തിക്കൊണ്ടുപോയെന്നും BJP നേതാക്കൾ. ഏലംകുളം കുന്നക്കാവിൽ നടന്ന അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും വിപണനമേളയും കലാപരിപാടികളും ഗ്രാമോത്സവമായി. സ്ത്രീകൾ മടിച്ചു നിൽക്കാതെ സംരംഭക രംഗത്തേക്ക് കടന്നു വരണമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. അമേരിക്കയിലെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നജ്മ തബ്ഷീറയും. നജ്മയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂരിൽ അതിഥി തൊഴിലാളിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വല്ലപ്പുഴ സ്വദേശി മരിച്ചു. ചെറുകോട് ഇല്ലപ്പുള്ളി വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. തൃശൂരിൽ റെയിൽവേ ക്യാൻറ്റീൻ ജീവനക്കാരനായിരുന്നു ഷാജി. ഇക്കഴിഞ്ഞ 29-നാണ് ഷാജിയെ ജാർഖണ്ഡ് സ്വദേശി ഇരുമ്പ് വടി കൊണ്ട് അടിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാജി ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. ഭാര്യ സുലത, ഷനോജ്, അഞ്ജുഷ എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. മാലിന്യമുക്ത ശുചിത്വ പരിപാലന പദ്ധതികളിലൂടെ ഹരിതസുന്ദര അലനല്ലൂർ എന്ന സ്വപ്ന പദ്ധതി ലക്ഷ്യമാക്കി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ്. കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ ശുചിത്വ മേഖലകൾക്ക് പ്രത്യേകം ബജറ്റിൽ ഊന്നൽ നൽകുന്നു. 56,70,82,021 രൂപ വരവും 55,66,40,000 രൂപ ചിലവും 1,04,42,021 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്കായി 2,45,65,000 രൂപയും സേവന മേഖലയ്ക്കായി 2,15,65,000 രൂപയും പദ്ധതി റവന്യൂ ചെലവുകൾക്കായി 32,36,60,000 രൂപയും പദ്ധതി മൂലധന ചെലവുകൾക്കായി 6,79,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പൊതുവിപണന കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും തുക നീക്കിവെച്ചു. ആരോഗ്യമേഖലയിൽ ജീവനം, മാസിക മിത്ര തുടങ്ങിയ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, കായിക വികസനത്തിന് പഞ്ചായത്തിലെ മൈതാനങ്ങളുടെ നവീകരണത്തിനുൾപ്പെടെ തുക വകയിരുത്തി. പട്ടികജാതി, പട്ടികവർഗ, ഭിന്നശേഷി വിഭാഗങ്ങളുടെ സമ്പൂർണ്ണ പാർപ്പിടം, ആരോഗ്യം, തൊഴിൽ മേഖല എന്നിവയ്ക്കും പരിഗണനയുണ്ട്. മൃഗസംരക്ഷണം, ക്ഷീരമേഖല, യുവജനക്ഷേമം, കുടിവെള്ളം, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, 100-ലധികം ഗ്രാമീണ റോഡുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും, വയോജന ശിശു സൗഹൃദ ഹാപ്പിനെസ് പാർക്ക് എന്നിവയും ബജറ്റിൽ ഇടം പിടിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, സ്ഥിരം സമിതി അധ്യക്ഷരായ MK ബക്കർ, K റംലത്ത്, M ജിഷ, അംഗങ്ങളായ K ഹംസ, P മുസ്തഫ, അലി മടത്തോടി, അനിത വിത്തനോട്ടിൽ, ഷൗക്കത്ത് പെരുമ്പയിൽ, സെക്രട്ടറി ശാന്തി, ഹെഡ് ക്ലർക്ക് വിദ്യ എന്നിവർ സംസാരിച്ചു. K വേണു മാസ്റ്റർ, കാസിം ആലായൻ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ പൂരം കാളവേല ആഘോഷത്തോടനുബന്ധിച്ച് ചെറുപ്പശ്ശേരിയിൽ 12-13 തീയതികളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ ടൗണിൽ പ്രവേശിക്കുന്നതിനാണ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പുത്തനാൽക്കൽ പൂരം ദിനമായ ഫെബ്രുവരി 12 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും കാളവേല ദിവസമായ ഫെബ്രുവരി 13 ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണി മുതൽ ഫെബ്രുവരി 14 ബുധനാഴ്ച പുലർച്ചെ 4 വരെയുമാണ് പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കച്ചേരിക്കുന്നിൽ യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകണം. പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ മഞ്ചക്കൽ പെട്രോൾ പമ്പിന്റെ മുന്നിലും, ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ KPIP റോഡ് കവലയിലും യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകണം. പട്ടാമ്പി ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പേങ്ങാട്ടിരി, കൃഷ്ണപ്പടി, കൈലേട് വഴി പോകണം. പാലക്കാട് ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാങ്ങോട് നിന്നും വീരമംഗലം, തൃക്കിടിരി വഴിയും, പട്ടാമ്പയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതേ റൂട്ടിൽ എലിയപ്പറ്റ, ചളവറ, മുണ്ടക്കോട്ടുകുറിശി, കൃഷ്ണപ്പടി വഴിയും പോകണം.
പട്ടാമ്പി കൊപ്പം ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ മഞ്ചക്കല്ലിൽ നിന്ന് വെള്ളോട്ടുകുറിച്ചി LIC റോഡ് വഴി കാറൽമണ്ണയിലൂടെ പോകണം. വലിയ വാഹനങ്ങൾ പേങ്ങാട്രി, കൃഷ്ണപ്പടി, കൈലാടി വഴി തിരിഞ്ഞു പോകണം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ പൊതുകളിസ്ഥലം ചുറ്റുമതിൽ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് BJP രംഗത്ത്. വികസനമെന്ന് പറഞ്ഞ് ഇവിടേക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് അഴിമതിയാണ് നടക്കുന്നതെന്നും BJP നേതാക്കൾ ആരോപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തിയാണ് ഒരേക്കർ സ്ഥലം കളിസ്ഥലത്തിനായി പഞ്ചായത്തിന് വിട്ടു നൽകിയത്. തുടർന്ന് ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തും കളിസ്ഥലത്തിൻ്റെ വികസനത്തിനായി ഫണ്ടുകൾ അനുവദിച്ചിരുന്നെങ്കിലും ഇത് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ലെന്നാണ് BJP നേതാക്കളുടെ ആരോപണം. ചുറ്റുമതിൽ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിലും അഴിമതിയാണ് നടക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 16 ലക്ഷം രൂപ കൊണ്ട് കരിങ്കല്ലിനു പകരം താരതമ്യേന ബലക്കുറവുള്ള ഹോളോ ബ്രിക്സ് കൊണ്ട് മതിൽ നിർമ്മാണം നടത്തുന്നത് അഴിമതിയാണെന്നും ലോഡ് കണക്കിന് കരിങ്കൽ ഇവിടെ നിന്നും കരാറുകാരൻ സ്വന്തം ആവശ്യത്തിന് കടത്തിക്കൊണ്ടുപോയതായും BJP നേതാക്കൾ ആരോപിച്ചു. ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P സന്തോഷ്, തോട്ടിങ്ങൽ സുബ്രഹ്മണ്യൻ, രവി കമ്പപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. ഏകദേശം ഈ കളിസ്ഥലത്തിന് ചുറ്റും ഉള്ള മതിൽ പൊളിച്ച് കരിങ്കല്ല് ഏകദേശം 25ഓളം ലോഡ് കരിങ്കല്ല് ഇതിൻ്റെ കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് എടുത്തു മാറ്റുന്ന സാഹചര്യം കൂടി ഈ ഭാഗത്തുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അത് വണ്ടി മൊത്തം തടയുകയും പോലീസിനെ അറിയിക്കുകയും അതുപ്രകാരം പോലീസ് ഇവിടെ വന്ന് അതിനെതിരെയുള്ള ശക്തമായ നടപടി എടുക്കാമെന്ന ഉറപ്പിൻ്റെ പുറത്താണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള അഴിമതി നിറഞ്ഞ സംവിധാനവുമായിട്ടാണ് പഞ്ചായത്ത് ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പെരിന്തൽമണ്ണ കുന്നക്കാവിലെ 57 അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും വിപണനമേളയും കലാപരിപാടികളും ഗ്രാമോത്സവമായി. വിപണനമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നതിന് പകരം സംരംഭക രംഗത്തേക്ക് കടന്നു വരണമെന്ന് MK റഫീഖ പറഞ്ഞു. കുന്നക്കാവ് സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലെ 57 അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും വിപണനമേളയും ഗ്രാമോത്സവമായി. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായുള്ള അയൽക്കൂട്ടങ്ങളിലെ 1100ഓളം വനിതകളും കുടുംബാംഗങ്ങളും കുന്നക്കാവ് ഹിൽ ടോപ്പ് സ്കൂൾ അങ്കണത്തിൽ സായാഹ്നം മുതൽ അർദ്ധരാത്രി വരെ ഒത്തുകൂടി. അയൽപക്ക ബന്ധങ്ങളിൽ പരസ്പര സ്നേഹത്തിൻ്റെയും സഹായ മനസ്കതയുടെയും മാതൃക തീർത്തു മുന്നേറുന്ന അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷം സംഘാടന മികവിനാലും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ശനിയാഴ്ച വൈകിട്ട് നടന്ന വിപണനമേള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ കൂട്ടായ്മ ഏകദേശം 57ഓളം വരുന്ന 57 കൂട്ടായ്മകളാണ്. ഓരോ കൂട്ടായ്മയിലും 10 മുതൽ 20 വരെയുള്ള വനിതകളുണ്ട്. ആ വനിതകളുടെ കൂട്ടായ്മ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഇവരുടെ വാർഷികാഘോഷം എന്ന് പറയുന്നത്. ഈ വാർഷികാഘോഷത്തിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഓരോ കൂട്ടായ്മയുടെയും വിപണന കേന്ദ്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരുന്നില്ല. വലിയ സംവിധാനമായിട്ട് അതിലധികം വരുന്ന ആളുകൾക്ക് വരുമാനമുണ്ട്, വലിയ സംവിധാനമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമുണ്ട്. ടെക്നോളജി വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നതിനു പകരം സംരംഭക രംഗത്തേക്ക് കടന്നു വരണമെന്ന് MK റഫീഖ ആവശ്യപ്പെട്ടു. ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ട്, അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു. സംഗമം വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് N ഷംസുദ്ദീൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം സെൽമ കുന്നക്കാവ്, സംഗമം വെൽഫെയർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് അലി ഏലംകുളം എന്നിവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കാനും സഹായഹസ്തം നീട്ടാനുമുള്ള ഇത്തരം കൂട്ടായ്മകളുടെ പ്രവർത്തനം വളരെ മാതൃകാപരമാണെന്ന് അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു. നമ്മുടെ ഈ പരസ്പര സഹായത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പരക്ഷേമ തൽപരതയുടെയും എല്ലാം മനോഹരമായ ആവിഷ്കാരങ്ങളായിക്കൊണ്ട് നമ്മുടെ ഈ അയൽക്കൂട്ടായ്മ എന്ന് പറയുന്ന സംവിധാനം അത്ഭുതകരമായ അതിൻ്റെ ചരിത്ര ദൗത്യം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ വിജയഗാഥയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ സംഗമത്തിൻ്റെയും ഈ സംവിധാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾക്കെല്ലാവർക്കും
മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പര സഹകരണമില്ലാതെ മനുഷ്യന്റെ ജീവിതം യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇത് എല്ലാ നാഗരിക സമൂഹത്തിൻ്റെയും നിർമ്മാണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജനവിഭാഗത്തിൻ്റെയും പുരോഗതിയുടെ ആശയാടിത്തറകളെ കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇത്തരം പരസ്പര സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെതുമായ ഒരാശയം ആ ജനവിഭാഗത്തെ വലിയ തോതിൽ സ്വാധീനിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കെ ആബിദ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി ഷിബില ബിലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇൻഫാക് സസ്റ്റൈനബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി CP ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ, വെൽഫെയർ പാർട്ടി ഏലംകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P ഫൈസൽ, P സുനീറ, AP മർലിയ എന്നിവർ സംസാരിച്ചു. സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് നേതൃത്വം നൽകി വരുന്ന N ഷംസുദ്ദീൻ മാസ്റ്റർ, K യൂസഫ്, M അബ്ദുൽ ഹമീദ് എന്നിവർക്ക് അബ്ദുൽ ഹക്കീം നദ്വി ഉപഹാരം സമ്മാനിച്ചു. മികച്ച അയൽക്കൂട്ടം സംരംഭക P സുനീറയ്ക്കും മികച്ച അയൽക്കൂട്ടം ഭാരവാഹികൾക്കും കലാസാഹിത്യ മത്സര വിജയികൾക്കുമുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അയൽക്കൂട്ടം അംഗങ്ങൾക്ക് മികച്ച വാർഷികോപഹാരവും കൈമാറി. തന്മയാർന്ന നാടൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൊണ്ടുള്ള വിപണനമേള പരിപാടിക്കെത്തിയ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വിപണനമേളയിൽ അയൽക്കൂട്ടങ്ങളിലെ വനിതകൾ കച്ചവടക്കാരായി. സ്വാശ്രയശീലം കൈവരിക്കുന്നതിന്റെ ഭാഗമായി അയൽക്കൂട്ടം അംഗങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും മറ്റു സ്റ്റാളുകളിൽ തയ്യാറാക്കിയിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ, തുണിത്തരങ്ങൾ, ചായ, കാപ്പി, ചെറുകടികൾ, പായസം, തേൻ, ചവിട്ടി, ചൂൽ, ഫിനോയിൽ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വൻ ശേഖരം തന്നെ ഒരുക്കിയിരുന്നു. വിപണനമേളയിൽ സാധനങ്ങൾ ഉൽപ്പന്നം നടത്താനായത് വനിതകൾക്ക് വലിയ പ്രോത്സാഹനമായി. ഭാവിയിൽ സംരംഭകത്വ രംഗത്തേക്ക് ചുവടുവെക്കുന്നതിനുള്ള തുടക്കം കൂടിയായി ഈ വിപണനമേള. അയൽക്കൂട്ടം അംഗങ്ങൾ, ചാനൽ റിയാലിറ്റി ഷോയിലെ താരങ്ങൾ, നാട്ടിലെ വിദ്യാർത്ഥികൾ എന്നിവരുടെ വിവിധ കലാപരിപാടികളും അയൽക്കൂട്ടം വാർഷികാഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി മാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 13 ചൊവ്വാഴ്ച വ്യാപാരികൾ കടകൾ അടച്ച് പ്രതിഷേധിക്കും. പെരിന്തൽമണ്ണയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പണിമുടക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ അറിയിച്ചു. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, D&O ലൈസൻസ് പുതുക്കുന്ന നിയമം ലഘൂകരിക്കുക തുടങ്ങിയ വ്യാപാര മേഖലയിലെ 25ഓളം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ചൊവ്വാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് പ്രതിഷേധിക്കുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പണിമുടക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ എന്നിവർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അമേരിക്കയിലെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും അഭിഭാഷകയുമായ നജ്മ തബ്ഷീറയ്ക്ക് ക്ഷണം. നജ്മ തബ്ഷീറയ്ക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. അമേരിക്കയിലെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ വിസിറ്റർ ലീഡർഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നജ്മ തബ്ഷീറയ്ക്ക് ക്ഷണം ലഭിച്ചത്.
ജീവിതത്തിലെ പരാജയങ്ങളെയും തിരിച്ചടികളെയും മറികടക്കുന്നതിൽ സമൂഹമാധ്യമങ്ങളുടെ തന്ത്രപ്രധാനമായ പങ്ക് എന്ന വിഷയത്തെ ബന്ധപ്പെടുത്തി 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണിത്. അമേരിക്കയിലേക്ക് യാത്ര തിരിച്ച നജ്മ തബ്ഷിറയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK ഐമു, അസീസ് പട്ടിക്കാട്, BDO K പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. MSF ഹരിത മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമാണ് നജ്മ തബ്ഷിറ. MSF ഹരിതം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമാണ് നജ്മ തബ്ഷിറ. പെരിന്തൽമണ്ണ കോടതിയിലെ അഭിഭാഷകയാണ്. ഹൈക്കോടതി അഭിഭാഷകൻ PN നിഷാദാണ് ഭർത്താവ്. മാർച്ച് 2 വരെയാണ് US ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ വിസിറ്റർ പ്രോഗ്രാം നടക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം പേരിൽ ഒരാളാണ് നജ്മ തബ്ഷിറ. അയ്യപ്പൻ വിളക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് ഉടുക്ക് വാദ്യത്തിലേക്ക് എത്തി 4.5 പതിറ്റാണ്ട് പിന്നിടുന്ന കലാകാരനായ അമ്പലപ്പാറ ചുനങ്ങാട് സ്വദേശി ആറുമുഖന് ഫോക്ലോർ അവാർഡ്. ഉടുക്ക് വാദ്യകലയിലെ സംഭാവന പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. ലെ അവാർഡാണ് അമ്പലപ്പാറ ചുനങ്ങാട് സ്വദേശി പിലാത്തറ കരുവാരതൊടിയിൽ 61-കാരൻ ആറുമുഖന്റെ ഉടുക്കുവാദ്യകലയിലെ സംഭാവന പരിഗണിച്ച് ലഭിച്ചത്. 7ാം ക്ലാസ്സിലെ പഠനം നിർത്തി 14-ാം വയസ്സിലാണ് ആറുമുഖൻ ഉടുക്കുവാദ്യകലയിലേക്ക് തിരിയുന്നത്. ആലത്തൂർ കിഴക്കഞ്ചേരിയിലെ കണ്ടമുത്തു ആശാന്റെ കീഴിലായിരുന്നു പരിശീലനം. 5 വർഷത്തെ പരിശീലനം നേടിയതിന് പിന്നാലെ 19-ാം വയസ്സിൽ 15 ശിഷ്യരെ ഉടുക്കുവാദ്യം അഭ്യസിച്ച് അരങ്ങേറ്റിയതോടെ ഗുരുവായി. തിരുവില്ലാമല ആയക്കുർശിയിൽ വെച്ചായിരുന്നു ശിഷ്യരെ പരിശീലിപ്പിച്ചത്. ചെറുപ്പം മുതൽ അയ്യപ്പൻ വിളക്ക് എവിടെ ഉണ്ടെങ്കിലും നടന്നുപോയി കണ്ടിരുന്ന ആറുമുഖന്റെ ജന്മവാസനയിലും ഉടുക്കുവാദ്യമുണ്ടായിരുന്നു. ഇടവേളകളിൽ കൃഷിപ്പണിയെ ആശ്രയിച്ചിരുന്ന ആറുമുഖൻ കുടുംബത്തിലെ ആദ്യ ഉടുക്കുവാദ്യ കലാകാരനാണ്. പഠിക്കാൻ തുടങ്ങിയത് 14 വയസ്സിലാണ്. അപ്പോൾ 14 വയസ്സിൽ പഠിക്കാൻ തുടങ്ങി 5 വർഷത്തെ ക്ലാസ് കഴിഞ്ഞ് 19-ാം വയസ്സിൽ 15 ശിഷ്യന്മാർക്ക് ആശാനാവാൻ സാധിച്ചു. അതൊട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അത് സംഭവിച്ചത്. പിന്നെ പോയി 61-ാം വയസ്സിൽ ഇങ്ങനെയൊരു പുരസ്കാരം ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. 100-ലേറെ ശിഷ്യഗണങ്ങളുള്ള ആറുമുഖൻ ഇപ്പോഴും ഉടുക്കുവാദ്യത്തോടൊപ്പം പരിശീലനം നൽകി വരുന്നുണ്ട്. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘത്തിന്റെ ശ്രീഭൂതനാഥം പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യ രാധ, മക്കൾ ജയകൃഷ്ണൻ, ലളിതാംബിക, സുകന്യ. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മുൻ അംഗവുമായിരുന്ന V ഗംഗാധരനെ അനുസ്മരിച്ചു. CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് നടന്ന അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ നാമെല്ലാം ഒത്തുകൂടി. അപ്രതീക്ഷിതമായ ഒരു മരണം തന്നെയായിരുന്നു ജനുവരി 19 ഗംഗാധരേട്ടനിലൂടെ ഈ നാടിനാകെ ദുഃഖത്തിലായിട്ട് എന്ന വാർത്ത. ഗംഗാധരേട്ടൻ്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ശ്രീകൃഷ്ണപുരത്ത് വന്ന് ഞാൻ വിശദമായി സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടിയുടെ ചിറ്റൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് DC എന്നാവുന്ന ആദ്യത്തെ ഘട്ടത്തിലാണ് ഗംഗാധരേട്ടൻ്റെ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിക്ക് ലാസ്റ്റ്. ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K സലീഗ, ജില്ലാ കമ്മിറ്റി അംഗവും MLA-യുമായ K പ്രേംകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M മോഹനൻ, P സുബ്രഹ്മണ്യൻ, MC വാസുദേവൻ എന്നിവർ സംസാരിച്ചു. 5 പതിറ്റാണ്ടുകാലം ശ്രീകൃഷ്ണപുരത്തെ പൊതുസാമൂഹ്യ രംഗങ്ങളിൽ സജീവമായിരുന്ന V ഗംഗാധരൻ കഴിഞ്ഞ ജനുവരി 19-നാണ് അന്തരിച്ചത്.
വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ 2 ടേമുകളിലായി 12 വർഷക്കാലം പ്രവർത്തിച്ചു. 2000 മുതൽ 2005 വരെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ സഹകരണ രംഗത്തും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ലാൻഡ് ബോർഡ് അംഗമായിരുന്ന വി. ഗംഗാധരൻ നിരവധിയായ വർഗ ബഹുജന സംഘടനകളുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശവേലകളുടെ സംഗമത്തോടെ മണ്ണാർക്കാട് പയ്യനടം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാറൽ വേല ആഘോഷിച്ചു. ഗജവീരന്മാർ, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു വേല വരവ്. വിശേഷൽ പൂജകൾ, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികളോടെ ജനുവരി 26-നാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രാവിലെ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം 1 മണി മുതൽ 3 മണി വരെ തായമ്പക അരങ്ങേറി. തുടർന്ന് താലം നിരത്തി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദേശവേലകൾ ഉച്ചകഴിഞ്ഞതോടെ പുറപ്പെട്ടു. 4 മണിയോടെ ദേശവേലകളുടെ ക്ഷേത്രപ്രവേശനവും കൊട്ടിയിറങ്ങലും നടന്നു. തുടർന്ന് ഗുരുതി തർപ്പണം, പാണ്ടിമേളം, പഞ്ചവാദ്യത്തോടെ കൊട്ടിക്കയറൽ, പാണ്ടിമേളം എന്നിവയോടെ പൂജ സമാപിച്ചു. പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ഉത്സവത്തോടനുബന്ധിച്ച് 100 വർഷമായി വഴിപാട് കാളയെ കെട്ടി എഴുന്നള്ളിച്ച് വരുന്ന വലിയ പറമ്പിൽ ചെല്ലിയുടെ അനന്തരാവകാശിയായ മകൻ VP ശിവശങ്കരനെ ആദരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുത്തനാലിക്കൽ കാളവേലയ്ക്ക് 100 വർഷമായി വഴിപാട് കാളയെ കെട്ടി എഴുന്നള്ളിച്ചു വരുന്ന വലിയ പറമ്പിൽ ചെള്ളിയുടെ അനന്തരാവകാശിയായ മകൻ VP ശിവശങ്കരനെ ക്ഷേത്രം കമ്മിറ്റിയുടെ വകയാണ് ആദരിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉപഹാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു. ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള ആദരിക്കപ്പെടലുകളുടെയും അനുമോദിക്കപ്പെടലുകളുടെയും അർഹമായ പരിഗണന നൽകുന്നതിൻ്റെയും ഒക്കെ വേദികളായി മാറേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാവണം ക്ഷേത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ്, കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല ക്ഷേത്രങ്ങൾ. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരിടം മാത്രമല്ല, ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരിടമാണെങ്കിൽ വീട്ടിലൊരു വിഗ്രഹം വെച്ച് ഒരു പൂജാമുറി ഒരുക്കി അവിടെ വെച്ച് പ്രാർത്ഥിച്ചാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ബഹുമുഖമായ ധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇടങ്ങളായി ക്ഷേത്രങ്ങൾ വികസിച്ചു വരണം. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും നന്മയുടെ ദിശയിൽ നയിക്കാൻ സാധിക്കുന്ന, സർഗാത്മകതയുടെ ദിശയിൽ നയിക്കാൻ കഴിയുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രം. ക്ഷേത്രങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടത് വിശ്വാസികളുടെ വിശ്വാസങ്ങളാണ്. വിശ്വാസികൾക്ക് നിർബന്ധമായും വിശ്വാസ സംരക്ഷണത്തിനായി നിലനിൽക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളാണ്. കലകളും ശാസ്ത്രങ്ങളും നിർമ്മാണ കലയും ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ എല്ലാം ഉദാത്തമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടങ്ങളായിട്ടാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ, കാളവേല ആഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ KB. രാജേന്ദ്രൻ, കൗൺസിലർ P. അബ്ദുൽ ഗഫൂർ, കാള വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് OP. ബാലൻ, സെക്രട്ടറി കൃഷ്ണദാസ് കണയം, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ VS. ആനന്ദു, KB. രാജാനന്ദ് എന്നിവർ സംസാരിച്ചു. ഒരു ദിവസം ഒരു നേരം രാജാനന്ദ് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഒട്ടേറെ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള കുറച്ച് സമയം അതിനെ അനുവദിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച ബാലകൃഷ്ണ മാഷ് ഉൾപ്പെടെ ട്രസ്റ്റി ബോർഡ്, മുൻ
ചെയർമാൻ ശ്രീകുമാർ ഉൾപ്പെടെ ഇപ്പോൾ നിലവിലുള്ള ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ എല്ലാ അംഗങ്ങളും ആദ്യമായി എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരിച്ച ആറാട്ടുകടവിൻ്റെയും കുളപ്പുരയുടെയും സമർപ്പണം ഞായറാഴ്ച നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം നടത്തുമ്പോൾ ക്ഷേത്രങ്ങളുമായുള്ള ബന്ധപ്പെട്ട നിർമ്മാണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സംരക്ഷിക്കേണ്ട ഒരു സംസ്കാരം, അത് നിർമ്മാണ രീതിയുടെ കാര്യത്തിലും നിർമ്മാണ ഭംഗിയുടെ കാര്യത്തിലുമൊക്കെ ആ സംസ്കാരം കാത്തു സൂക്ഷിക്കണം. കാരണം ക്ഷേത്രങ്ങൾ ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ സമ്പന്നമായ അതിവിശിഷ്ടമായ ഈ നാടിൻ്റെ ഏറ്റവും ഉത്തമമായ മാനവിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒറ്റപ്പാലം എം.എൽ.എ. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം. മനോജ് കുമാർ അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് അജിത് കുമാർ, വാർഡ് മെമ്പർ നിഷ രാഗേഷ്, ദേവസ്വം മാനേജർ സജീവൻ കാനത്തിൽ, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ കെ വി രാജഗോപാലൻ, കെ ആർ വേണുഗോപാൽ, എം ബാബു, വള്ളൂർ രാമകൃഷ്ണൻ, പി ടി മുരളീകൃഷ്ണൻ, എം ഹരിദാസ്, ഇ ജയചന്ദ്രൻ, പി രാമചന്ദ്രൻ, ജീവനക്കാരുടെ പ്രതിനിധി കെ രാകേഷ്, കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. കുളപ്പുര നിർമ്മാണം പൂർത്തിയാക്കിയ കോൺട്രാക്ടർ സേതുമാധവൻ, എഞ്ചിനീയർ കെ ബാലകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കാനൊരുങ്ങി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. 60ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. 1964 പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സഹകരണ ബാങ്ക് എന്ന പദവി നിലനിർത്തി പോരുകയാണ്. 390 കോടി രൂപ നിക്ഷേപവും 370 കോടി രൂപ വായ്പയും മറ്റ് സംസ്ഥാനങ്ങളിലെ നിക്ഷേപമായി 260 കോടി രൂപയും ഇന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിനുണ്ട്. ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളെല്ലാമുള്ള ബാങ്ക് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതോടൊപ്പം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകി നടപ്പാക്കി വരുന്നു. ഡയമണ്ട് ജൂബിലിയുടെ നിറവിലാണ് ഇന്ന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പദ്ധതികൾ വിശദീകരിച്ചു. ഈ ബാങ്കിന്റെ കീഴിൽ കുന്നപ്പള്ളി മേഖലയിൽ ആദ്യ ഘട്ടം എന്ന നിലയിൽ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങാനും പിന്നീട് പെരിന്തൽമണ്ണ ടൗണിൽ ഒരു വനിതാ ബ്രാഞ്ച് തുടങ്ങാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് തീരുമാനമെടുത്ത് അതിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊന്ന്, ബാങ്കിന്റെ കീഴിൽ ആധുനിക രീതിയിലുള്ള ആശുപത്രി, ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് ഇന്നിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 50ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിയ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ജില്ലാ ആശുപത്രി പരിസരത്ത് ഒരു ഹൈടെക് ലാബും ഒരു മെഡിക്കൽ ഷോപ്പും കൂടെ തന്നെ ഈ പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിന്റെ A-ക്ലാസ് മെമ്പർമാരായ ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികൾക്ക് അവർക്കൊരു സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാനും ബാങ്ക് ഈ ജൂബിലിയുടെ ഭാഗമായിട്ട്, ഈ 60ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള തീരുമാനം ബാങ്ക് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാങ്കിന്റെ ഈ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിട്ട് മണ്ണാർക്കാട് റോഡിലുള്ള പൊളിച്ച് നീക്കം ചെയ്ത ആ ഒരു സ്ഥലത്ത് ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന്റെ നടപടിയിൽ മുന്നോട്ട് പോവുകയാണ്. കുന്നപ്പള്ളിയിൽ പുതിയ ബാങ്ക് ശാഖ, ആധുനിക രീതിയിൽ മെഡിക്കൽ ഷോപ്പ്, ലാബ്, ഡയാലിസിസ് സെന്റർ. മണ്ണാർക്കാട് റോഡിൽ ബാങ്കിന്റെ സ്ഥലത്ത് ഡയമണ്ട് ജൂബിലി ടവർ. വ്യാപാരികൾക്ക് ലൈസൻസിന്റെ ഈടിന്മേൽ വായ്പയെടുത്ത D-ക്ലാസ് അംഗങ്ങൾക്ക് മരണാനന്തര ധനസഹായം. നിർധനരായ തിരഞ്ഞെടുത്ത 3 A-ക്ലാസ് അംഗങ്ങൾക്ക് വീട്. സ്വർണ്ണപ്പണയ ഈടിന്മേൽ 50 ലക്ഷം രൂപ വരെ ക്യാഷ് ക്രെഡിറ്റ് വായ്പ. A-ക്ലാസ് അംഗങ്ങൾക്ക് ഇരുചക്രവാഹനം വാങ്ങുന്നതിന് വായ്പ. വൃക്കരോഗം ബാധിച്ച A-ക്ലാസ് അംഗങ്ങൾക്കും 70 വയസ്സ് കഴിഞ്ഞ A-ക്ലാസ് അംഗങ്ങൾക്കും മാസം തോറും നൽകുന്ന കരുണ പ്രതീക്ഷ പെൻഷൻ പദ്ധതികൾ. 70 കഴിഞ്ഞ അംഗങ്ങളെയും കർഷകരെയും ആദരിക്കൽ തുടങ്ങിയ പദ്ധതികളാണ് 60ാം വാർഷികത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ ആയിരക്കണക്കായ കച്ചവടക്കാരുണ്ട്. ചെറുകിട വൻകിട കച്ചവടക്കാർ 1000-ലധികം വരുന്ന കച്ചവടക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കൊരു ആശ്വാസം പകരുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ
അവർക്ക് 1 ലക്ഷം രൂപ വരെ അവരുടെ കച്ചവട സ്ഥാപനത്തിന് നഗരസഭയിലെ ലൈസൻസിന്റെ മുകളിൽ 1 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാനുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടെ തന്നെ മരണപ്പെട്ട എ ക്ലാസ് മെമ്പർമാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ചികിത്സക്ക് അവർക്ക് 25,000 കൊടുക്കുന്നുണ്ട്. അവർ എ ക്ലാസ് മെമ്പർമാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടാൽ അവർക്ക് 25,000 രൂപ വരെ ഇളവ് കിട്ടുന്ന പദ്ധതിയും പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഡി ക്ലാസ് മെമ്പർമാരാണെന്ന് വലിയ വലിയ ലോണുകളും ഇടപാടുകളും ഒക്കെ അവിടെ നടത്തുന്നത്. അപ്പൊ അവർക്ക് കിട്ടേണ്ട കൃത്യമായ ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി എ ക്ലാസ് മെമ്പർമാർ മരണപ്പെട്ടാൽ അവർക്ക് 25,000 രൂപ ഇളവ് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഡി ക്ലാസ് മെമ്പർമാർ, എ ക്ലാസ് മെമ്പർമാരല്ല, ഡി ക്ലാസ് മെമ്പർമാർ തന്നെ ഈ ബാങ്കിലെ സ്വർണ്ണ പണയത്തിന്റെ മുകളിൽ 50 ലക്ഷം രൂപ വരെ ക്യാഷ് ക്രെഡിറ്റ് ലോണ്, ബിസിനസ് ലോണ് കൊടുക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇന്നൊരു പദ്ധതി എന്ന നിലയിൽ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങൾക്ക് ഇരുചക്ര വാഹനം 2 വീലർ വാങ്ങുന്നതിന് വേണ്ടി ഒരു പുതിയ ലോൺ സംവിധാനം എന്ന നിലയിൽ 1 ലക്ഷം രൂപ അത് ലോണ് കൊടുക്കാനുള്ള പുതിയ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ ഒരു പദ്ധതി എന്ന നിലയിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെട്ട എ ക്ലാസ് മെമ്പർമാരായ ഡയാലിസിസ് ചെയ്യുന്ന അതല്ലെങ്കിൽ കിഡ്നി മാറ്റിവെച്ച ആ രോഗികൾക്ക് 2,000 രൂപ തോതിൽ മാസാന്തര പെൻഷൻ കൊടുക്കാൻ കരുണ പെൻഷൻ പദ്ധതി എന്ന പേരിൽ 2,000 രൂപ വെച്ച് മാസാന്തര പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന 2 ബ്രാഞ്ചുകൾ ഉൾപ്പെടെ 3 ബാങ്ക് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മലപ്പുറം ജില്ല മുഴുവനായും പ്രവർത്തന പരിധിയായി വായ്പ നൽകാൻ അനുമതിയുള്ള ബാങ്കും കൂടിയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ചേരിയിൽ മമ്മി, സി അബ്ദുൽ നാസർ, മുഹമ്മദ് അമീൻ വടക്കേതിൽ, മുഹമ്മദ് അനീഫ പടിപ്പുര, മൊയ്തു കിഴക്കേതിൽ, റെജീന അൻസാർ, വി അജിത് കുമാർ, ബാങ്ക് സെക്രട്ടറി സി ശശിധരൻ, വി ബാബുരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടപ്പാടം കൊമ്പം മർക്കസുൽ ഹിദായയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം, സ്മാർട്ട് ഫോൺ ഉപയോഗം എന്നിവയെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തു. പെരിന്തൽമണ്ണ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മാമ്പാട് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചെറിയ മക്കളടക്കം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് 40 മിനിറ്റ് അവകാശമുള്ളൂ സ്ക്രീൻ ടൈം. എത്രയാ? 40 മിനിറ്റ്. 40 മിനിറ്റ് എനിക്ക് അവകാശമുള്ളൂ. എന്തിനാ അവകാശം? പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് സാംശീകരിക്കാനുള്ള 40 മിനിറ്റിന്റെ സ്ക്രീൻ ടൈം. മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് കൊമ്പത്ത് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് ഭീമനാട്, PTA പ്രസിഡന്റ് മുഹമ്മദ് അലി പറമ്പത്ത്, വൈസ് പ്രസിഡന്റുമാരായ നാസർ വേങ്ങ, അബ്ദുസമദ് പച്ചേരി, മുസ്തഫ കുന്നത്ത്, അബ്ദുൽ അസീസ് തിരുവിഴാങ്കുന്ന്, മൊയ്തീൻ ഹസനി, മുഹമ്മദ് സഗീർ തുടങ്ങിയവർ പങ്കെടുത്തു. PTAയിൽ നിന്ന് 1.5 ലക്ഷം രൂപ സമാഹരിച്ചുണ്ടാക്കിയ റേഡിയോ സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ നടന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വല്ലപ്പുഴ ആനക്കോട് ലേഡീസ് ഗ്രൂപ്പും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആനക്കോട് അംഗൻവാടിയിൽ വെച്ച് നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി അധ്യാപിക, ആനക്കോട് ലേഡീസ് ഗ്രൂപ്പ് സെക്രട്ടറി ഫാത്തിമത്ത് സുഹറ, പ്രസിഡന്റ് ആസിയ ഷാഫി, ജോയിന്റ് സെക്രട്ടറി സൽമത്ത്, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സജ്ജന തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേവന പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അഹല്യ കണ്ണാശുപത്രിയുടെ സഹായത്തോടു കൂടിയിട്ട്
ഇവിടുത്തെ സഹോദരിമാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കണ്ണ് പരിശോധനാ ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും ജനങ്ങൾക്കായിട്ട്. ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖ നാട്ടുകൽ 55 മൈലിൽ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. വി.കെ. ശ്രീകണ്ഠൻ എം.പി. ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വിഭാഗത്തിലുള്ള ബാങ്ക് വിവിധ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളും വായ്പകളും ചിട്ടികളും ഇടപാടുകാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് 4ാമത് ശാഖ നാട്ടുകൽ 55 മൈലിൽ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. എൻ. ശംസുദ്ദീൻ എം.എൽ.എ. ലോക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി. ഉദയൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി.എം. സലീം, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ.ജി. സാബു, ബാങ്ക് പ്രസിഡന്റ് പി.ടി. ഹസൻ, വൈസ് പ്രസിഡന്റ് പി. കൃഷ്ണദാസ്, സെക്രട്ടറി കെ. അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബുഷ്ര കുഞ്ഞു മുഹമ്മദ്, തങ്കം മഞ്ചാടിക്കൽ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗം സി.പി. സുബൈർ, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം എൻ. അബൂബക്കർ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വി.പി. റഷീദ്, സി.പി. അലവി, കെ. രവീന്ദ്രൻ, ഇ.കെ. മൊയ്തുപ്പു ഹാജി, കരിമ്പനക്കൽ ഹംസ, കെ. ഹംസ, വി. രാമൻകുട്ടി ഗുപ്തൻ, സി. ജയൻ, അഖിൽ ദേവ്, ടി.പി. മൻസൂർ അലി, കെ. സുരേഷ് കുമാർ, കെ. മുരളീകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായി. ഓഗസ്റ്റ് 11 ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. 74 വർഷം പിന്നിട്ട ബാങ്കിന് 150 കോടി രൂപ പ്രവർത്തന മൂലധനമുണ്ട്. 130 കോടി രൂപയുടെ നിക്ഷേപവും 100 കോടിയോളം രൂപ വായ്പയും നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിലെ പ്രമുഖ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ് ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം പൂർണ്ണമായിട്ടും കൈവരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ തഴച്ചു വളരേണ്ടത് ആവശ്യമാണ്. കാരണം മറ്റെല്ലാ മാനദണ്ഡങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ സുതാര്യമായി ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇന്നും സഹകരണ മേഖലയ്ക്കാണ് കഴിയുന്നത്. അനുദിനം സ്വർണത്തിന് വില ഉയരുന്ന പശ്ചാത്തലത്തിൽ ഭാവിയിൽ പെൺമക്കളുടെ വിവാഹവും മറ്റാവശ്യങ്ങളും മുന്നിൽ കണ്ട് സ്വർണം കരുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുന്ന സാഫല്യം പദ്ധതിക്ക് ബാങ്ക് ഭരണസമിതി രൂപം നൽകിയിട്ടുണ്ട്. വായ്പയെടുക്കുന്നവർക്ക് 80% വരെ വായ്പ അനുവദിക്കും. ഇവർ വാങ്ങുന്ന സ്വർണ്ണമാണ് വായ്പയ്ക്ക് ഈടായി നൽകേണ്ടത്. അടച്ചു തീർക്കുന്ന മുറയ്ക്ക് സ്വർണം ബാങ്കിൽ നിന്നും ലഭ്യമാകുന്നതാണ് പദ്ധതി. സേവനം തുടങ്ങാൻ സഹകരണ വകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഭരണസമിതി. 60% വരെ ഡിസ്കൗണ്ടിൽ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ നൽകുന്ന നീതി മെഡിക്കൽ സ്റ്റോറും മികച്ച കമ്പനികളുടെ രാസവളങ്ങൾ വിതരണം ചെയ്യുന്ന ഡിപ്പോയും ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 74 കൊല്ലം മുമ്പ് നാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ഈ ധനകാര്യ സ്ഥാപനം മാറിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ഏത് സാമ്പത്തിക പ്രശ്നങ്ങളുടെയും പരിഹാരം ഈ ബാങ്കാണ്. അപ്പോൾ ഈ ബാങ്ക് കൂടുതൽ ശക്തമായി ഇവിടെ നിലനിൽക്കണം. കരിങ്കല്ലത്താടി ടൗണിലാണ് ബാങ്കിന്റെ ഹെഡ് ഓഫീസ്. ചെത്തല്ലൂരും പാലോടുമാണ് മറ്റ് ബ്രാഞ്ചുകൾ. വാണിജ്യ വാർത്തകൾ. ചെറുപ്പളശ്ശേരിയുടെ ഉത്സവ ദിനങ്ങൾ കളറാക്കാൻ കാർണിവലെത്തി. യന്ത്രഊഞ്ഞാലും ടോയ് ട്രെയിനും ജയന്റ് സ്വിങ്ങുമെല്ലാമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കാർണിവൽ പുത്തനാളിക്കൽ ക്ഷേത്ര പരിസരത്താണ് ആരംഭിച്ചിരിക്കുന്നത്. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷം ഗംഭീരമാക്കാൻ ചെറുപ്പളശ്ശേരിക്കാർ തയ്യാറെടുക്കുമ്പോൾ ആഘോഷത്തിനെത്തുന്നവർക്കായി കാർണിവലും എത്തിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി റൈഡുകളും ഗെയിമുകളുമാണ് കാർണിവലിൽ ഒരുക്കിയിരിക്കുന്നത്.
ആകാശത്തോളം ഉയരത്തിൽ കറങ്ങുന്ന യന്ത്ര ഊഞ്ഞാലും ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഭീമൻ ഊഞ്ഞാലും ചീറിപ്പായുന്ന ടോയ് ട്രെയിനും ഉൾപ്പെടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കും DJ മ്യൂസിക്, ബ്രേക്ക് ഡാൻസ്, സമ്മാനാർഹമായ ഗെയിമുകൾ തുടങ്ങി ഒട്ടനവധി വിനോദ സംവിധാനങ്ങളാണ് കാർണിവലിൽ ഒരുക്കിയിരിക്കുന്നത്. പത്തു വർഷത്തിലധികമായി നിരവധി സ്ഥലങ്ങളിൽ കാർണിവൽ സംഘടിപ്പിച്ചു വരുന്ന ഗ്രാൻഡ് അമ്യൂസ്മെൻറ്റ് കമ്പനിയാണ് ചെർപ്പളശ്ശേരിയിൽ അതിമനോഹരമായ എൻ്റർടൈൻമെൻറ്റ് കാർണിവൽ ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 10 മുതൽ 20 വരെയാണ് കാർണിവൽ ചെർപ്പളശ്ശേരിക്കാരെ വരവേൽക്കുന്നത്. തുടർന്ന് പട്ടാമ്പിയിലും ഒരു മാസക്കാലം കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു. കേരളത്തിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും അധികം ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിലേറെയായി. ഞങ്ങളെ മുതലാളി പൈജാസാണ്. അവർ കുറേ കാലങ്ങളായി ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ആനമങ്ങാട് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പെരിന്തൽമണ്ണ ആനമങ്ങാട് എന്ന സ്ഥലത്ത് അവിടെ കഴിഞ്ഞു. ഇപ്പോൾ അതാ അടുത്ത് പട്ടാമ്പി, ഇപ്പോൾ ചെർപ്പളശ്ശേരി തുടങ്ങിയിരിക്കുന്ന ഇന്ന് ഉദ്ഘാടനമാണ്. ഇന്ന് മുതൽ ഒരു 10 ദിവസത്തോളം ഇവിടെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, എല്ലാ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഒക്കെ സൗകര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ മുതിർന്നവർക്ക് വലിയ യന്ത്രൂഞ്ഞാൽ, ബ്രേക്ക് ഡാൻസ്, ഡ്രാഗണ് അങ്ങനെയുള്ള ഒരുവിധം ഐറ്റംസുകളെല്ലാം ഉണ്ട്. ചെർപ്പളശ്ശേരി കാളവേല ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് കാർണിവൽ ആസ്വദിക്കാൻ എത്തുന്നത്. മികച്ച അനുഭവമാണ് ഗ്രാൻഡ് അമ്യൂസ്മെൻ്റ് ഒരുക്കിയ കാർണിവൽ സമ്മാനിക്കുന്നതെന്ന് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പറയുന്നു. ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അത് ഈ വേലി കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് തിരക്ക് കൂടാനും സാധ്യതയുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലൊരു സംവിധാനം വരുന്നത് എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യേണ്ട ഇത്തരം വിനോദ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്തേക്ക് വരുന്ന വളരെയധികം സന്തോഷം, നല്ല അനുഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ അതിഥി തൊഴിലാളിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വല്ലപ്പുഴ സ്വദേശി മരിച്ചു. ചെറുകോട് ഇല്ലപ്പുള്ളി വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയാണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷാജിയെ ആക്രമിച്ചത്. ചെറുപ്പളശ്ശേരി പുത്തനാലിക്കൽ പൂരവും കാളവേലയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. തിങ്കളാഴ്ച വൈകിട്ട് 5 മുതലും ചൊവ്വാഴ്ച വൈകിട്ട് 3 മുതലുമാണ് നിയന്ത്രണം. അലനല്ലൂരിനെ ഹരിതസുന്ദരമാക്കാൻ ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ്. കാർഷിക ആരോഗ്യ മേഖലകൾക്കും ബജറ്റിൽ മുൻഗണന. കടമ്പഴിപ്പുറത്ത് പൊതുകളിസ്ഥലം ചുറ്റുമതിൽ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് BJP രംഗത്ത്. അനുവദിച്ച ഫണ്ടുകൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ലെന്നും ചുറ്റുമതിലിന്റെ കരിങ്കല്ലുകൾ കരാറുകാരൻ കടത്തിക്കൊണ്ടുപോയെന്നും BJP നേതാക്കൾ. ഏലംകുളം കുന്നക്കാവിൽ നടന്ന അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും വിപണനമേളയും കലാപരിപാടികളും ഗ്രാമോത്സവമായി. സ്ത്രീകൾ മടിച്ചു നിൽക്കാതെ സംരംഭക രംഗത്തേക്ക് കടന്നു വരണമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. അമേരിക്കയിലെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നജ്മ തബ്ഷീറയും. നജ്മയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.